10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. എം ഷെല്ലിലെ സബ് ഷെല്ലുകളുടെ എണ്ണം എത്ര? ഹൗ മെനി സബ് ഷെൽസ് ആർ ദർ ഇൻ എം ഷെൽ? നമുക്ക് ആദ്യം എത്ര ഷെല്ലുണ്ട്, ഏതൊക്കെ ഷെല്ലുകളാണെന്നൊക്കെ നോക്കാം. അല്ലെ 1, 2, 3, 4 4 ഷെല്ലുകളുണ്ട് അല്ലെ. ഏതൊക്കെ ഷെല്ലുകളാണ്? കെ, എൽ, എം, എൻ 4 ഷെല്ലുകൾ മാത്രമാണോ ഉള്ളത്? ഇല്ല, ഇനിയുണ്ട്. നമുക്കിപ്പോൾ കെ, എൽ, എം, എൻ ഷെല്ലുകൾ മാത്രം മതി. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ട്? നമ്പർ ഓഫ് സബ് ഷെൽസ് എത്ര ഷെൽസ് ഉണ്ട്? ഒന്നാമത്തേൽ 1, രണ്ടാമത്തേൽ 2, മൂന്നാമത്തേൽ 3, നാലാമത്തേൽ 4. ഏതൊക്കെയാ ഒന്നാമത്തേലുള്ളത്? എസ് മാത്രം, ഒന്നല്ലേ ഉള്ളൂ അല്ലെ. രണ്ടാമത്തേലോ എസും ഉണ്ട് പിയും ഉണ്ട്. മൂന്നാമത്തേലോ 3 എണ്ണം, എസും പിയും ഡിയും. നാലാമത്തേലോ എസ് പി ഡി എഫ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ചോദ്യം എന്നാ, എം ഷെല്ലിലെ സബ് ഷെല്ലുകളുടെ എണ്ണം എത്ര? എം ഷെൽ, ഹൗ മെനി സബ് ഷെൽസ് ആർ ദർ ഇൻ എം ഷെൽ? എം ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ട്? 3. അപ്പൊ ഒന്നാമത്തെ ആൻസർ എത്രയാണ്? 3 ആണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ നോക്കിയേ, എൽ ഷെല്ലിൽ കാണപ്പെടുന്ന സബ് ഷെല്ലുകളുടെ എണ്ണം. ഹൗ മെനി സബ് ഷെൽസ് ആർ ദർ ഇൻ എൽ ഷെൽ? എൽ ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ട്? 2. എൽ ഷെല്ലിൽ 2 എണ്ണമാണ് അല്ലെ. അപ്പൊ കെയും എന്നും ഒക്കെ ഇതേപോലെ തന്നെ ചോദിക്കാം. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എല്ലാ ഷെല്ലുകളിലുമുള്ള പൊതുവായ ഷെൽ ഏത്? പൊതുവായ സബ് ഷെൽ ഏത് എന്നാണ്. അപ്പൊ വിച്ച് സബ് ഷെൽ ഈസ് കോമൺ ടു ഓൾ ഷെൽ? എല്ലാത്തിലുള്ള സബ് ഷെൽ ഏതാ? എല്ലാത്തിലുള്ള ഏതാണ്? എസ് ഉണ്ടല്ലേ. അപ്പൊ ആൻസർ ഏതാണ്? എസ് ആണ്. ഓക്കെ ആണല്ലോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, എഫ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എഫ് സബ് ഷെൽ? നമ്മൾ ഏതൊക്കെ സബ് ഷെൽ ഉണ്ട് എന്ന് പറഞ്ഞത്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട് അല്ലെ. എസിൽ എത്ര എണ്ണം കൊള്ളും? 2, പിയിൽ 6, ഡിയിൽ എത്ര എണ്ണം? 10, എഫിൽ 14 ഇലക്ട്രോണുകളൊക്കെ ഉള്ളൂ അല്ലെ. എത്ര സബ് ഷെൽ ഉണ്ട് എന്നല്ല ചോദിച്ചത്, ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് ചോദിച്ചത് അല്ലെ. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എഫ് സബ് ഷെൽ? എഫിൽ എത്ര എണ്ണം കൊള്ളും? 14 അല്ലെ. അപ്പോ നാലാമത്തെ ആൻസർ എത്രയാണ്? 14 ആണ്. അപ്പൊ അതുപോലെ തന്നെ എസും പിയും ഡിയും എല്ലാം ചോദിക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് അഞ്ചാമത് ക്വസ്റ്റ്യൻ നോക്കാലോ. തന്നിരിക്കുന്നതിൽ ഏറ്റവും ഊർജം കൂടിയ സബ് ഷെൽ ഏത്? ഏറ്റവും ഹയസ്റ്റ് എനർജി അല്ലെ. വിച്ച് എമംഗ് ദ ഫോളോയിങ് സബ് ഷെൽ ഹാസ് ദി ഹയസ്റ്റ് എനർജി? ഇതില് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഏതിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ 2s 3p 3d 4s എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ സാധാരണ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ എഴുതുക? 1s 2s. ഇതിന്റെ മുകളിൽ ഇലക്ട്രോണിന്റെ എണ്ണം ഉണ്ടാവും. എന്നാൽ ഞാൻ ഓർഡർ മാത്രമാണ് എഴുതുന്നത്. 1s 2s 2p 3s 3p 4s എഴുതിയതിനു ശേഷം നമുക്ക് 3d എഴുതാം. 3d ആണ് ആദ്യം വരുന്നത്. 4s നിറച്ചിട്ടാണ് 3d നിറയ്ക്കുക അല്ലെ. അപ്പൊ ഈ ഒരു ഓർഡർ അല്ലേ ഉള്ളത്. ഈ ഒരു ഓർഡർ നോക്കി കഴിഞ്ഞാൽ എനർജി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏറ്റവും എനർജി കുറഞ്ഞതിലാണ് നമ്മൾ ആദ്യം നിറയ്ക്കുക, എന്നിട്ട് പിന്നെ കൂടി വരുന്ന തരത്തിലാണ് നിറയുക അല്ലെ. അപ്പൊ ഈ കൂട്ടത്തിൽ ആർക്കാണ് എനർജി കൂടുതൽ? അവസാനമുള്ള നമ്മൾ 3ഡിക്കാണ് എനർജി കൂടുതൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഹയസ്റ്റ് എനർജി ആർക്കാണ്? 3ഡിക്കാണ് അല്ലെ. നമ്മൾ ചിലപ്പോൾ ഷെല്ലിന്റെ നമ്പർ 4 കണ്ടിട്ട് 4 എഴുതി പോവാം, പക്ഷെ അല്ല, 3ഡിക്കാണ് എനർജി കൂടുതൽ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ഒരു ആറ്റത്തിന്റെ സാധ്യമല്ലാത്ത സബ് ഷെൽ ഏത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സബ് ഷെൽസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ആൻ ആറ്റം? ആറ്റത്തിൽ പറ്റാത്തത് അല്ലെ, പോസിബിൾ അല്ലാത്തത്, സാധ്യമല്ലാത്തത് എന്ന് പറഞ്ഞാൽ പറ്റാത്തത് അല്ലെ. ഏതാണ് പറ്റാത്തത്? നമുക്ക് ആദ്യം ആ ഒരു ഓർഡർ എഴുതി നോക്കാം. ഏതാണ്? 1s 2s 2p. മുന്നിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലെ. 3s 3p 3d ഉണ്ട്. 3ഡിക്ക് മുമ്പ് നമ്മൾ ആരെഴുതും? 4s അല്ലെ. അപ്പൊ ഇതാണ് ഓർഡർ. ഇതില് നമുക്ക് എന്താണ്? 2s എല്ലാത്തിലുണ്ട്. 3f മുന്നിൽ എന്നാ? 3s 3p 3d മാത്രമേ ഉള്ളൂ. അപ്പൊ 3f പറ്റില്ല അല്ലെ. 3f പറ്റില്ല. ആൻസർ 3f ആണ്. അടുത്ത് നോക്കാം. 1s പറ്റും അല്ലെ. എസ് എല്ലാത്തിലും ഉണ്ട്. 4d ഇല്ലേ? ഉണ്ട്. 4ൽ 4s 4p 4d 4f ഉണ്ട് അല്ലെ. അപ്പൊ ഉണ്ട്. അപ്പൊ 3f ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ സാധ്യമല്ലാത്തത് കണ്ടെത്തുക. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ? പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് ഓപ്ഷനിൽ. നോക്കിയേ, 2s2 1p3 3s2 1p 2p5 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. 2s2 പറ്റും അല്ലെ. 1p3 പറ്റുവാ? ഇല്ല ഇല്ലേ? ഇല്ല അല്ലെ. ഒന്നിൽ എത്ര ഉണ്ട്? എസ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ 1p3 പറ്റൂല. അപ്പൊ 1p3 പറ്റൂല. അടുത്തതോ 3s2 പറ്റും. എസ്സിൽ എല്ലാത്തിലും ഉള്ളതാണ് അല്ലെ. 2p5 പറ്റുവാ? പറ്റും. എന്തുകൊണ്ടാണ്? 2p6 ആണ് നമ്മൾ സാധാരണ എഴുതല്ലേ. പക്ഷെ 6 എത്രയാണ്? മാക്സിമം ഇലക്ട്രോൺസ് ആണ്. ഇപ്പൊ 2p1 എഴുതി കഴിഞ്ഞാൽ ശരിയാണ്, 2p2 എഴുതി കഴിഞ്ഞാൽ ശരിയൊക്കെ തന്നെ അല്ലെ. അപ്പൊ ഇനിയും അതിൽ കൊള്ളുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ 2p5 ശരിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എത്രയാ? ഏതാണ് ആൻസർ? 1p3 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ എഫ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് യോജിച്ചത് ഏത്?
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എഫ് ബ്ലോക്ക് എലമെന്റ്സ്? എഫ് ബ്ലോക്ക് എലമെന്റ്സിന് ഇതിൽ ഏതാണ് മോർ സ്യൂട്ടബിൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ സ്ഥിരതയുള്ള മൂലകങ്ങളാണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആർ സ്റ്റേബിൾ എലമെന്റ്സ്. ശരിയാണ്. പക്ഷെ കുറച്ചുകൂടി മോർ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് 18ാമത്തെ ഗ്രൂപ്പിലെ പി ബ്ലോക്ക് എലമെന്റ്സിലെ 18ാമത്തെ ഗ്രൂപ്പിനാണ് ഇത് കുറച്ചുകൂടി എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് ശരി തന്നെയാണ്. നമുക്ക് അടുത്ത് നോക്കാം. അയോണിക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. എന്താണ്? പ്രൊഡ്യൂസസ് അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക് കോമ്പൗണ്ട്സ് കൂടുതലായിട്ട് ആരാണ് ഉണ്ടാക്കുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ. അടുത്ത ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇന്ധനമായി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ആസ് ഫ്യൂവൽസ്. അപ്പൊ ഏറ്റവും ഇതായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ഏതാണ്? സി ഓപ്ഷൻ ആണ് ശരിയാവുന്നത്. ഓക്കെ ആണല്ലോ.